ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തം തിയറി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വേറെ പുറത്തുനിന്ന് ഉഡായിപ്പ് ക്വസ്റ്റ്യൻ ഒന്നും ഇവിടെ ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ്. ചോദിക്കുമെങ്കിൽ ഈ അവസാനം പഠിച്ച ഹീറ്റ് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആയിരിക്കും എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനോട് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ആൻ ഐസോബാറിക് പ്രോസസ്? കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ് ഇസ് കാൾഡ് ഐസോബാറിക് പ്രോസസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ ഐസോകോറിക് പ്രോസസ്? കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, റൈറ്റ് ദ റിലേഷൻ എമംഗ് ദ ഹീറ്റ് എനർജി എന്താ? Q. വർക്ക് ഡൺ എന്താ? W. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്താണ്? U. നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡെൽറ്റ Q ഇസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W. ഓക്കെ അല്ലേടെ? സിമ്പിൾ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് പോസിബിൾ ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് വിത്തൗട്ട് ഗിവിങ് ഇറ്റ് ഹീറ്റ് കൊടുക്കാതെ നമുക്കൊരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൂട്ടാൻ കഴിയുമോ ഇല്ലയോ? ഞാൻ പറഞ്ഞു കൂട്ടാൻ നോക്കിക്കേ, എന്താ ചോദിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് പോസിബിൾ ടു ഇൻക്രീസ് എ ടെമ്പറേച്ചർ, ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് കൂട്ടാൻ കഴിയുമോ? എന്താണ്? നമ്മൾ ഹീറ്റ് ഒന്നും സപ്ലൈ ചെയ്യുന്നില്ല, കൂട്ടാൻ കഴിയും. നമ്മൾ പഠിച്ചു ഏത് പ്രോസസ്സാണ്? അഡിയബാറ്റിക് പ്രോസസ്സ്. അഡിയബാറ്റിക് പ്രോസസ്സിൽ ടെമ്പറേച്ചർ കൂടാൻ നമ്മൾ എന്ത് കൊടുക്കണ്ട? ഹീറ്റ് കൊടുക്കണ്ട. ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നോ? ഹീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് പോസിബിൾ ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് വിത്തൗട്ട് ഗിവിങ് ഇറ്റ് ഹീറ്റ്. എക്സാമ്പിൾ എന്താണ്? അഡിയബാറ്റിക് പ്രോസസ്സ്. എഴുതി വെച്ച മാർക്ക് അങ്ങ് കിട്ടി, 2 മാർക്ക് കയ്യിലിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, an ideal gas is compressed at constant temperature. Will its internal energy increase or decrease? നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ഐഡിയൽ ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്നു, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മാറ്റുന്നില്ല. ശ്രദ്ധിക്കുക മക്കളെ, ടെമ്പറേച്ചർ മാറ്റാതെ ടെമ്പറേച്ചറിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? കംപ്രസ് ചെയ്യിക്കുന്നു. എങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ എനർജിക്ക് എന്ത് സംഭവിക്കും? അവിടുത്തെ ഇൻറ്റേർണൽ എനർജിക്ക് ഒന്നും സംഭവിക്കത്തില്ല. ടെമ്പറേച്ചർ നമ്മൾ കൂട്ടിയെങ്കിൽ മാത്രമേ ഇൻറ്റേർണൽ എനർജി കൂടത്തുള്ളൂ. ഈ ഇൻറ്റേർണൽ എനർജിയും ടെമ്പറേച്ചറുമായിട്ട് റിലേഷൻ ഉണ്ട്. നമ്മൾ അത് എവിടെ പഠിക്കുന്നതാണ്? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ പഠിക്കുന്നതാണ് അല്ലേ? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിനകത്ത് നമ്മൾ പഠിച്ചു ഇൻറ്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു 3/2 kBT എന്ന് നമ്മൾ അവിടെ പഠിച്ചതാണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഇവിടുന്ന് വളരെ വ്യക്തമായി മനസ്സിലാവും ഇൻറ്റേർണൽ എനർജി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചറിന് മാറ്റമൊന്നും ഇല്ല എങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി മാറത്തില്ല. കാരണം ഇൻറ്റേർണൽ എനർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് ആര്? ടെമ്പറേച്ചർ. ഒരു വസ്തുവിന് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇൻറ്റേർണൽ എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇൻറ്റേർണൽ എനർജിക്ക് ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല. ബിക്കോസ് ഈ പ്രോസസ്സ് നടക്കുന്ന എന്താണ്? കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിനകത്ത് ഇൻറ്റേർണൽ എനർജിക്ക് എന്തില്ല? ചേഞ്ച് ഇല്ല. ഓക്കെ, അതൊക്കെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ സിമ്പിളാണ്. ഒന്ന് കണ്ട ഇനി നമ്മൾ എഴുതും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് എ ഹീറ്റ് എഞ്ചിൻ? എന്താണ് ഹീറ്റ് എഞ്ചിൻ? ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. വേണമെങ്കിൽ കത്തി എഴുതി വെക്കുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്താണ്? 3 പാർട്സ്. ഏതൊക്കെയാണത്? കോൾഡ് റിസർവോയർ, ഹോട്ട് റിസർവോയർ, പിന്നെ എന്താണ് വർക്ക്, അതൊക്കെ ചുമ്മാ എഴുതി വെച്ചേക്കുക. ഇപ്പോൾ വാട്ട് ഈസ് ഹീറ്റ് എഞ്ചിൻ ചോദിച്ചാൽ നിങ്ങൾ ഹീറ്റ് എഞ്ചിൻ്റെ ഡെഫിനിഷൻ മാത്രം എഴുതി വെച്ചാൽ മതി. അതിൻ്റെ വർക്കിങ്ങോ കാര്യങ്ങളൊന്നും എഴുതി നിങ്ങൾ വിഷമിക്കേണ്ട. അടുത്ത്, അണ്ടർ ആൾ കണ്ടീഷൻ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഹോൾഡ് ഗുഡ്. ട്രൂ ഓർ ഫാൾസ്? അണ്ടർ ഏത് കണ്ടീഷൻ ആയിക്കോട്ടെ, അണ്ടർ ഐസോതെർമലോ ഐസോകോറിക്കോ ഐസോബാറിക്കോ ഏത് പ്രോസസ്സ് ആണെങ്കിലും തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റ് ലോ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അപ്പോൾ അണ്ടർ ആൾ കണ്ടീഷൻ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഹോൾഡ് ഗുഡ്. ഇറ്റ് ഈസ് ട്രൂ. ഇതെന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു ലോ ആണ്. അത് എല്ലാ കണ്ടീഷനും എന്ത് ചെയ്യും? ഒബേ ചെയ്യുന്ന ലോ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രോ ഓഫ് നെയിൽ കംസ് അണ്ടർ ഡാഷ് പ്രോസസ്. ഗ്രോ ഓഫ് നെയിൽ, നെയിലെന്തുവാ? നെയിൽ കട്ടർ എന്ന് പറയത്തില്ല, നഖം ഇങ്ങനെ വളർന്നു വരുന്നത് എന്ത് പ്രോസസ്സാണ്? നിങ്ങൾ ഇന്ന് നോക്കി നാളെ ഒരു സുപ്രഭാതത്തിൽ നഖം ഇത്രയും വലുതായിട്ടിരിക്കുമോ? ഇല്ല. അത് വളരെ പതിയെ നമ്മൾ പോലും കാണത്തില്ല. നമ്മളിപ്പം ഇന്ന് രാവിലെ നോക്കി അതേ വളരുന്നുണ്ടോ, അതേ നഖം വളരുന്ന കണ്ട അങ്ങനെ കാണാൻ പറ്റുമോ? നമുക്ക് കാണാൻ പറ്റത്തില്ല. അതെന്ത് പ്രോസസ്സാണ്?
ആദ്യം പഠിച്ചൊരു പ്രോസസ്സ് ഉണ്ട്. എന്താണ്? ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. അവിടെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ നഖം വളർന്നിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷേ അവിടെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. വളരെ ചെറിയ പ്രോസസ്സാണ്, വളരെ ചെറിയ മാറ്റമാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. 9ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്? ഒരു സിസ്റ്റത്തിന് നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് ഈസ് അപ്ലൈഡ് ടു ദി സിസ്റ്റം. ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യും? ഇറ്റ് ഈസ് യൂസ്ഡ് ടു എന്തൊക്കെ പ്രോസസ്സ്? 2 കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ആൻഡ് ഡൺ എക്സ്റ്റേണൽ വർക്ക്. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഹീറ്റ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. When is the heat supplied to a system equal to the increase in its internal energy? ഒരു വസ്തുവിന് നമ്മൾ ഹീറ്റ് കൊടുത്താൽ when is the heat is supplied to a system is equal to increase in its internal energy. അതായത് നമ്മളൊരു സിസ്റ്റത്തിലൊരു ഹീറ്റ് കൊടുക്കുകയാണ്. കൊടുക്കുന്ന ഹീറ്റ് അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഇൻറ്റേർണൽ എനർജിക്ക് ഈക്വൽ ആകുമോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എപ്പോഴെങ്കിലും ആകുമോ? ആകും. എപ്പോഴാണ്? ഞാൻ അവിടെ എടുത്തു പറഞ്ഞായിരുന്നു. എവിടെയാണ്? നമ്മുടെ ഐസോകോറിക് പ്രോസസ്സിൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിൽ അവിടുത്തെ വർക്ക് എന്തായിരിക്കും? വർക്ക് 0 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഗീവ്സ് കൊടുക്കുന്ന ഹീറ്റ് 2 കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു, വർക്കും ഇൻറ്റേർണൽ എനർജിക്കും വേണ്ടി. ഇവിടെ വർക്ക് 0 ആണെങ്കിൽ കൊടുക്കുന്ന ഹീറ്റ് എന്തിനു വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്? ടു റൈസ് ദ ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ഇത് പോസിബിളാണ് അല്ലേ? നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ മാത്രം യൂസ് ചെയ്യും. എപ്പോഴാണ്? പ്രോസസ്സ് ഐസോകോറിക് ആണെങ്കിൽ, കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഏത് പ്രോസസ്സാണ്? ഐസോകോറിക് പ്രോസസ്സാണ് ആൻസർ. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഈസ് ദ ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു ആർ ടി. NRT ആണ് കേട്ടോ, നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ് ഫോർ ദി ഐസോതെർമൽ അഡയബാറ്റിക് പ്രോസസ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം? കൊണ്ട് അപ്ലൈ ചെയ്യാം. നമ്മൾ ആ ഡെറിവേഷൻ ചെയ്ത് ഓർമ്മയുണ്ടായിരുന്നോ? ഐസോതെർമലിനകത്ത് അപ്ലൈ ചെയ്തു, അഡയബാറ്റിക്കിനകത്ത് എന്ത് അപ്ലൈ ചെയ്തു? നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. അപ്പോൾ ഇക്വേഷൻ എല്ലായിടത്തും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ണും പൂട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. കാരണം ഇത്രയും ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു സാധനം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം കാരണം പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യനകത്തൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് അത് നമ്മുടെ കാർനോട്ട് എഞ്ചിനുമായിട്ട് ബന്ധപ്പെടുത്തിയ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കാർനോട്ട് എഞ്ചിൻ നമുക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആ ഇക്വേഷൻ നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോകുക കേട്ടോ. എഫിഷ്യൻസി ഹീറ്റ് ഈസ് ഈക്വൽ ടു മറ്റേ നമ്മൾ പഠിച്ചില്ലേ Q1 1 മൈനസ് Q2 ബൈ എന്താണ്? Q1. Q2 എന്താണ്? ഹീറ്റ് റിജക്ഷൻ. Q1 എന്താണ്? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ്. പിന്നെ മറ്റേ ഇക്വേഷൻ പഠിക്കുക വർക്കൗട്ട് ബൈ വർക്കിൻ. വർക്കൗട്ട് എന്താണ്? W. വർക്കിൻ എന്താണ്? Q1. ആ 2 ഇക്വേഷൻ എന്ത് ചെയ്യുക? എഫിഷ്യൻസിയുടെ 2 ഇക്വേഷൻ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോവുക. എഫിഷ്യൻസിനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 100 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്യുക. അതും എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ ഗ്രാഫ് നോക്ക്. PV ഗ്രാഫാണ് തന്നിരിക്കുന്നത്. AB represent adiabatic process and AD represent isothermal process. Explain isobaric process and isothermal process. നമുക്കറിയാവുന്നതാണ്, പറഞ്ഞ സമയം കളയുന്നുള്ള. അടുത്ത് യൂസിങ് ദ എബോ ഗ്രാഫ്. ഏതിനാണ് വർക്ക് ഡൺ കൂടുതൽ? നമുക്കെല്ലാവർക്കും അറിയാം AB-ക്കാണ് വർക്ക് ഡൺ കൂടുതൽ, കാരണം ഏരിയ കൂടുതൽ AB-ക്കാണ്. അപ്പോൾ ഐസോബാറിക്കിനാണ് വർക്ക് ഡൺ കൂടുതൽ. ഐസോതെർമൽ വർക്ക് ഡൺ എന്തായിരിക്കും? ഐസോതെർമലിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഐസോബാറിക്കിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോക്കസ് ഏരിയ ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ ഒറ്റ പാർട്ട് മാത്രം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, നമ്മുടെ ഹീറ്റ് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം. അത് മസ്റ്റായിട്ട് എന്ത് ചെയ്യുക? നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.